ഉപ്പുതറയിൽ CPM നയവിശദീകരണ യോഗം സംഘടിപ്പിച്ചു. സമീപകാല രാഷ്ട്രീയം ജനങ്ങളെ ബോധ്യപ്പെടുത്താനാണ് യോഗം സംഘടിപ്പിച്ചത്. CPM ജില്ലാ കമ്മിറ്റി അംഗം MJ വാവച്ചൻ യോഗം ഉദ്ഘാടനം ചെയ്തു. LDF സർക്കാരിന്റെ നേട്ടങ്ങളും CPM പാർട്ടിക്കും പ്രവർത്തകർക്കും നേരെ ഉണ്ടാകുന്ന ആക്രമണങ്ങളും ആരോപണങ്ങളും ജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് നയവിശദീകരണ യോഗം സംഘടിപ്പിച്ചത്. CPM സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം എല്ലാ ലോക്കൽ കമ്മിറ്റിയുടെയും നേതൃത്വത്തിൽ നയവിശദീകരണ യോഗം സംഘടിപ്പിക്കുവാൻ ആഹ്വാനം ചെയ്തിരുന്നു. ഇതിന്റെ ഭാഗമായാണ് CPM ഉപ്പുതറ ലോക്കൽ കമ്മിറ്റി യോഗം സംഘടിപ്പിച്ചത്. ഉപ്പുതറയിൽ നടന്ന നയവിശദീകരണ യോഗം CPM ജില്ലാ കമ്മിറ്റി അംഗം MJ വാവച്ചൻ ഉദ്ഘാടനം ചെയ്തു. 100 രൂപയായി പ്രഖ്യാപിച്ചത് പിന്നീട് 26 കൊല്ലങ്ങൾക്ക് ശേഷം സഖാവ് VS അച്യുതാനന്ദന്റെ കാലത്താണ് അത് 400 രൂപയായി വർദ്ധിപ്പിക്കുന്നത്. 26 കൊല്ലക്കാലം കേരള സംസ്ഥാനത്ത് അധികാരത്തിലിരുന്ന കോൺഗ്രസിന്റെ ഗവൺമെന്റ് ഈ പാവപ്പെട്ട ആളുകൾക്ക് കൊടുക്കുന്ന ഈ ക്ഷേമ പെൻഷൻ 1 രൂപ വർദ്ധിപ്പിക്കാൻ തയ്യാറായിട്ടുള്ളവരല്ല. VSന്റെ ശേഷം VSന്റെ ഗവൺമെന്റ് അധികാരം വിട്ടൊഴിയുമ്പോൾ 500 രൂപയായിരുന്ന ക്ഷേമ പെൻഷൻ പിന്നീട് വന്ന ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റിന്റെ കാലത്ത് 100 രൂപ വർദ്ധിപ്പിച്ചു. നിർഭാഗ്യവശാൽ ആ 100 രൂപ പോലും വർദ്ധിപ്പിച്ച 100 രൂപ പോലും കൊടുക്കാൻ ആ ഗവൺമെന്റ് തയ്യാറായില്ല. ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് അധികാരത്തിൽ നിന്നൊഴിയുമ്പോൾ 18 മാസത്തെ കുടിശ്ശിക ഈ കേരള സംസ്ഥാനത്തെ പാവപ്പെട്ട ആളുകൾക്ക് കൊടുക്കാൻ ഉണ്ടായിരുന്നു എന്ന കാര്യം നമ്മൾ ഓർക്കണം. ആ ക്ഷേമ പെൻഷന്റെ കുടിശ്ശിക പിന്നീട് 2016 അധികാരത്തിൽ വന്ന സഖാവ് പിണറായി വിജയന്റെ ഗവൺമെന്റാണ് ഈ കേരള സംസ്ഥാനത്ത് കൊടുത്തത്. ടൗൺ ബ്രാഞ്ച് സെക്രട്ടറി ഷാജി P യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ഉപ്പുതറ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീല രാജൻ, ലോക്കൽ സെക്രട്ടറി K കലേഷ് കുമാർ, നേതാക്കളായ ജയ്മോൾ രാജേഷ്, TK പ്രസാദ്, ക്രിസ്റ്റി CD, മനു ആന്റണി, രാജേഷൻ എന്നിവർ സംസാരിച്ചു. ഇടുക്കി വിഷൻ ന്യൂസ്, ഉപ്പുതറ.